ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല 2 ദിവസം. നമ്മൾ വീട്ടിൽ ചെറിയ വൈഫൈയുടെ നെറ്റ് കണക്ഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ആക്കാൻ പറ്റാണ്ടോന്നേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ സവാള, ക്യാരറ്റ്, പൊട്ടാറ്റോ, ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, പട്ടാപ്പൂവ്, ഏലക്കൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ കുക്കർ വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്തിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്ക ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നുകൂടെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോളെ. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള എന്താ പറയുക ചില്ലി, അതേപോലെ നമ്മൾ സവാള ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ അങ്ങനെ സോഫ്റ്റ് ആവുമൊന്നും വേണ്ട. അങ്ങനെയുള്ള സോഫ്റ്റ് ആവണം, പക്ഷേങ്കിലും കൂടിയിട്ട് നമ്മളൊരു ഗോൾഡൻ കളർ വരുമല്ലോ സവാള വഴന്ന് വരുന്ന സമയത്ത്, ആ കളറൊന്നും ആവണ്ട കേട്ടോ. എൻ്റെ കുറച്ച് ഞാനൊന്ന് വേറെ പണിക്ക് പെട്ട് പോയപ്പോൾ ഒന്ന് കളർ മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളർ അങ്ങനെ മാറുമൊന്നും വേണ്ട. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ സവാളൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ, ക്യാരറ്റ്, അതേപോലെ നമ്മൾ ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ക്യാമറയും അതേപോലെ ഒക്കെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മിക്സ് ആക്കണമെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് നമ്മളെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഏതായാലും ഞാൻ അതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ ചിക്കനൊക്കെ നല്ല പോലെ കളറ് ചേഞ്ചായി ഒരു വൈറ്റ് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ടേനി കേട്ടോ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നല്ല പുളിവുള്ള തൈരോ അതല്ലാന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ ആ ഒരു ലെമൺ വാട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ നല്ല പുളിവുള്ള തൈരുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 2-3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പത്തിരിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്കൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അസിമോൾ ഇന്ന് ഫസ്റ്റായിട്ട് നോമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം മാഷാല്ലാ ആളെ എങ്ങനെയും ഇപ്പോൾ വൈകുന്നേരം വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആൾക്ക് ക്ലാസ് ഇല്ല, കുറേ ദിവസമായിട്ട് എൻ്റെ പിന്നാലെ നടക്കണേ. ഞാൻ നോമ്പെടുക്കും എന്നും പറഞ്ഞിട്ട് എന്നെ അത്താഴത്തിന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ അങ്ങനെ സമ്മതിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ആളൊരു നിലക്കും വിടണില്ലായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം എടുത്ത് നോക്കിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൾ രാവിലെ ഒരു 12 o'clock ഒക്കെ ആയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഫയറായൊക്കെ ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് വെള്ളം വേണം, ദാഹിക്കണുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതങ്ങ് ശരിയായിട്ടോ. ഞാൻ പറഞ്ഞു വെള്ളം മാത്രം കുടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും കഴിക്കും വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ നോമ്പ് മുറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആൾ ഒന്ന് ഉറങ്ങിപ്പോയി. അതിൽ ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ ആളൊന്ന് സെറ്റായി നിൽക്കുക കേട്ടോ. ആൾ ഭയങ്കര ത്രില്ലിലാണ്. ആൾ നോമ്പ് പോയിട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ അസിമോൾ നോമ്പാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര പൊക്കിപ്പറിച്ചിലൊക്കെ ആയപ്പോൾ ആൾക്കൊന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോമ്പ് ഫുള്ളാക്കിയാലേ നമ്മൾ അത് വാങ്ങിച്ചിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഫുള്ള് ത്രില്ലിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ഒരുപാട് ഓർഡർ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പനോട് അതേപോലെ പലതും എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മാഷാല്ലാ ആൾക്ക് 6 വയസ്സ്, ഈ ഏപ്രിലേക്ക് 6 വയസ്സാവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോമ്പ് നോൽക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും ആളൊരു പൂതിയല്ലേ വിചാരിച്ചിട്ടാണ് നമ്മൾ നോമ്പെടുപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പെടുത്തപ്പോൾ പിന്നെയും പറയുന്നുണ്ട് ഞാൻ ഇനിയും സ്കൂളില്ലാത്ത ദിവസം നോമ്പെടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം ഏതായാലും ആൾ നോമ്പൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മളിത് ആ പത്തിരി പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അസിമോക്ക് ഇന്ന് സമൂസയും അതേപോലെ കട്ട്ലേറ്റും വേണം, മാംഗോ ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പത്തിരി പരിപാടി പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഞാൻ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചു കേട്ടോ. കാരണം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ റെഡി ആക്കണമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു കപ്പിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒന്നും ആഡ് ചെയ്യാതെ ഞാൻ പ്ലെയിനായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലപോലെ തിളക്കണ്ട. പിന്നെ നമ്മൾ ഈ കുറുമ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് അധികം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടൊക്കെ വെക്കില്ല, പക്ഷെ അതുപോലെ ഇതൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്താവേ. പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയിൽ ചീരുള്ളി പിന്നെ കറിവേപ്പില വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലർ ഇതിൽ കാഷ്നട്ടൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അത് ആഡ് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലേന് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാതിരുന്നത്. അത് നല്ല കറി നല്ല തിക്കാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അത് ആഡ് ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ പിന്നെ തേങ്ങാപ്പാലല്ല ആഡ് ചെയ്തിട്ടുള്ളത്, തേങ്ങ ഒന്നായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറി അത്യാവശ്യം തിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലരൊക്കെ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്നാലും ഈ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ചിക്കൻ മുളകിട്ട കറി വെക്കണ്ടല്ലോ, ചില ദിവസം അത് വെറൈറ്റി ആക്കാമല്ലോ. പിന്നെ നമ്മൾ കട്ട്ലേറ്റിനും സമോസയ്ക്കുള്ള ആ ഒരു ഫില്ലിങ്സ് ഞാൻ ഒന്നിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പം റെഡിയാക്കി വന്ന് ചിക്കനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, രണ്ടിനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സമൂസക്കുള്ള പതിര് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസേൻ്റെ ആ ഒരു റെഡിമെയ്ഡ് പതിരി യൂസ് ആക്കാറില്ല കേട്ടോ. അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് പേഴ്സണലി ഇഷ്ടം അതാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ അത് അത്രയും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് തീരുന്നവരേക്കും അങ്ങനെ ഉണ്ടാക്കണ്ടേ, അങ്ങനെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ കണ്ടപ്പം പിന്നെ അതിനേക്കാളും ഓർക്കും ഒന്നുകൂടി ഇഷ്ടമായത് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ റെഡിയാക്കാറ്. അപ്പോൾ നമ്മൾ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളെ പൊട്ടാറ്റോ നമ്മളെ കറിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നും കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നല്ലപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി കറി കുക്കാക്കി വെച്ചിട്ട് കുറച്ച് സമയമായല്ലോ. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോൻ്റെ ചൂടൊക്കെ മാറി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉടച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റിട്ടോ. പിന്നെ ഞാനത് നമ്മളെ ആ ഒരു ഫില്ലിങ്സ് പകുതിയല്ല കുറച്ച് കൂടുതലായിട്ട് നമ്മൾ സമൂസൊക്കെ എടുത്തിട്ട് ബാക്കി നമ്മൾ കട്ട്ലേറ്റിന് മാറ്റി വെച്ചിട്ടോ. കട്ട്ലേറ്റിലേക്ക് പിന്നെ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കിട്ടുമല്ലോ. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ 2-3 ഐറ്റം സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നുള്ളൂ. ഒരു 8 അല്ലെങ്കിൽ ഒരു 6 അത്രേ ഉണ്ടാക്കുള്ളൂ ഒരു സംഭവം. ഇപ്പോൾ കട്ട്ലേറ്റ് ഒരു 8 എണ്ണം, സമൂസ ഒരു 6 എണ്ണം, ആ ഒരു രീതിക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കട്ട്ലേറ്റിൻ്റെ സംഭവമൊക്കെ ഒന്ന് ആദ്യം സെറ്റാക്കി വെക്കാമെന്ന് കരുതി. അപ്പം അതൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ചിലർ ഇത് മൂടിയിലൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുക. ഞാനിങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്തൊക്കെ ആഡ് ചെയ്തു അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് ആയതുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാട്ടോ. പിന്നെ നമ്മൾ സമൂസേൻ്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് സെറ്റാക്കി പരത്തി റെഡിയാക്കാനുണ്ട്. അപ്പം ഇതിലിപ്പോൾ 6 ബോൾസ് ഉണ്ടായിട്ടുണ്ടേനു കേട്ടോ. അത് എനിക്ക് മുഴുവനായിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ലേനു. അത് ഞാൻ ബാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് 4 ഭാഗമാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോൺ ഷേപ്പിൽ വരും. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ അതിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ടാപ്പ് ചെയ്യാട്ടോ ചെയ്യുക. അപ്പോൾ ഏതായാലും നമ്മൾ ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ സമൂസേൻ്റെ പരിപാടി ഏകദേശം സെറ്റായതിന് ശേഷം നമുക്കിനി കട്ട്ലേറ്റിൽ റസ്ക് പൊടിയൊക്കെ ഡിപ്പ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മളെ ഈ ഒരു പരിപാടിയൊക്കെ നമുക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ഫ്രൈ ആക്കാൻ നമുക്ക് ഒന്നിച്ചിട്ട് അങ്ങോട്ട് നിൽക്കാന്നുള്ള രീതിയിലാട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ റസ്ക് പൊടിയിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ഇത് ബ്രെഡ് ക്രംസിൽ ചെയ്തെടുക്കും കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുക ബ്രെഡ് ക്രംസിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഈ ബ്രെഡ് ക്രംസിൽ റസ്കിൻ്റെ പൊടിയിലാട്ടോ ചെയ്തെടുക്കുക. അപ്പം രണ്ടും ടേസ്റ്റും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ കൂടുതലും ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഏതായാലും അതൊക്കെ സെറ്റായതിന് ശേഷം ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് തന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ആദ്യം തന്നെ നമ്മൾ സമൂസ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നമ്മൾ സമൂസ ഏകദേശം സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ല ക്രിസ്പിയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ സമൂസ അപ്പോൾ അതിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ക്രിസ്പി ഒന്നും കിട്ടൂല. അതിനിടയിൽ നമ്മൾ മാങ്ങേൻ്റെ തോലൊക്കെ കളയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ പരിപാടികൾ ഇടയിലായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതൊക്കെ കട്ടാക്കി നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അസിമോളൊരു ഓർഡർ ചെയ്യുന്നു കേട്ടോ, മാംഗോ കട്ടാക്കി ഇതൊക്കെ വേണമെന്ന്. അപ്പം അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴൊക്കെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. അസിമോൾ എപ്പോഴാണ് വാങ്ങി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവസാന സമയം വെച്ചിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉപ്പാക്ക് അവൾ ഓർഡർ കൊടുത്തിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. ചിക്കൻ റോള്, കട്ട്ലേറ്റ്, സമൂസ ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പയും കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അറിയാതെ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഈ തവണ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ലേന് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ അവൾ ഓർഡർ തന്നതല്ലേ വിചാരിച്ചിട്ട് ഉപ്പ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കമൻറ്റുകളും അതേപോലെ ലൈക്കൊക്കെ ചെയ്ത് മാക്സിമം ഷെയർ ആക്കിയിട്ടൊക്കെ നമ്മളെ സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അസിമോൾ നോമ്പ് കംപ്ലീറ്റ് ആവാനുള്ള മിനിറ്റുകൾക്കും ഇടയിലാണ് ആളിതാ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചത്. അപ്പോൾ ടേബിളിലൊക്കെ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ അസിമോൾ 6-ാം വയസ്സിൽ ഒറ്റ നോമ്പെടുത്തു. ഇൻഷാ അല്ലാഹ് ഇനിയും തൗഫീഖ് നൽകട്ടെ. ഓക്കെ, ബൈ, ടാറ്റാ.